ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ജീവിതത്തിലെ ഒത്തിരി സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു യാത്ര പോയിട്ട് ഒരു മാസങ്ങളായി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടു റാസൽ കൈമയാണ്. അപ്പോൾ ഷെങ്കൺ വിസ എടുത്തിട്ട് യൂറോപ്പ് കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണും. സ്വിറ്റ്സർലാൻഡ് പോകണം, അവിടുത്തെ സ്ഥലങ്ങൾ കാണണം. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ ഗൈസ്, ഞാനിപ്പം യു എയിലെത്തിയിട്ട് ഒരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. സിറ്റി സെൻറ്ററിൽ R&Bയിലൊക്കെ ഒന്ന് ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഞാനിതാ മാക്സിൽ ചെറിയ പർച്ചേസിങ്ങിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മക്കളെ കൊണ്ടുവരാതെ വന്നതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട്, എന്നാലും വേണ്ടിയില്ല, വലിയ സന്തോഷത്തിലാണ്. കാരണം എൻ്റെ കല്യാണം കഴിയുന്നത് 2017 അപ്പോഴേക്കും ഒരു വർഷമായപ്പോഴേക്കും പ്രഗ്നൻ്റായി മോൻ വന്നു. അത് കഴിഞ്ഞൊരു 2 വർഷം ഒന്ന് ഫ്രീ ആകുമ്പോഴേക്കും രണ്ടാമത്തെ മോൻ വന്നു. അപ്പോൾ ആ ഒരു മദർഹുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഹണിമൂൺ അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് മിസ് ചെയ്യും, മക്കളുടെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നല്ലൊരു മൊമെൻ്റ് എന്ന് തോന്നി. എന്തായാലും മക്കളെ സേഫായിട്ട് ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഹണിമൂൺ പോവുകയാണ്. ഞങ്ങളിപ്പം ദുബായ് എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് 1:15. ഏതൊരു യാത്രയിലും എയർപോർട്ടിൽ ഞങ്ങൾ നേരത്തെ തന്നെ പോകാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വെയിറ്റ് ഓവർ ആവുമോ, ഇനി അതിലെന്തെങ്കിലും സീൻ ഉണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും അതിന് പ്രശ്നം വന്നില്ല. അപ്പം തന്നെ വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എത്ര ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും, കാരണം 10-15 ദിവസത്തിനാണ് നമ്മുടെ യാത്ര പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യാതെ ബോർഡിംഗ് പാസും കാര്യങ്ങളും കിട്ടി. നമ്മുടെ കൂടെ 2 ടീം വരുന്നുണ്ട്, അവർക്ക് ഫോം വിളിച്ച് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് എയർപോർട്ട് ലോഞ്ചിലോട്ടാണ്. എയർപോർട്ട് ലോഞ്ചിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ യാത്രകളുടെ കുറിച്ച് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സമാധാനപരമായി കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സമയമുണ്ട് ഫ്ലൈറ്റിന്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീം പിന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീം കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ കാണുന്നത് വലിയൊരു ചർച്ചയാണ് കേട്ടോ. കാരണം അവർക്ക് ബോർഡിംഗ് പാസ് കിട്ടിയ സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കുറേ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ പോകുന്ന എല്ലാ ട്രിപ്പിലും പോവാറുള്ളത് സ്വിസ് എയർ ആണ്. പക്ഷേ ഇനി നമ്മുടെ യാത്രകൾക്ക് സ്വിസ് എയർ ഇല്ല. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര പോകാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവർക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ജേണി സ്റ്റാർട്ട് ആവുകയാണ്. ദുബായ് ടു സൂറിക് എയർപോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ സൂറിക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സൂറിക് എയർപോർട്ടിൽ നിന്നും ഇനി പോകുന്നത് ബ്രസൽസിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണെങ്കിലും ഈ ഒരു ഷെങ്കന് കിട്ടിയിട്ട് ഇത്ര പെട്ടെന്ന് മക്കളൊക്കെ നാട്ടിലാക്കി ഇങ്ങനെ പോകുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും മക്കളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മക്കളെ നോക്കുന്ന ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രസൽസിലെ ബോർഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്ലൈറ്റിലോട്ട് പോകുന്നൊരു കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾ ഗേൾസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ബോയ്സ് അവർക്ക് നെക്സ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവരിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ബാക്കിലുള്ള ആൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താണേലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരു വൈബ് തന്നെയാണ്. മക്കളെ കൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം മക്കളെ കൂടെ പോകുന്ന സമയത്ത് ഒരു ദിവസം പോലും എനിക്ക് ഈ ഒരു ഫ്ലൈറ്റിലുള്ള കാഴ്ചകൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. കാരണം അവർക്ക് ഗെയിം കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഫോൺ വേണ്ടി വരും. പക്ഷേ ഈ ഒരു യാത്രയിൽ ഞാൻ എല്ലാം ഫ്ലൈറ്റിലുള്ള ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി സ്വിറ്റ്സർലാൻഡ് കാണുമെന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാഴ്ചകളും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം അത്ര ഭംഗിയുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പച്ചപ്പാണ്. അതിൽ നല്ല കുറേ ഭയങ്കര കളേഴ്സ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ബിൽഡിങ്സും പിന്നെ അതുപോലെ തന്നെ മരങ്ങളാണെങ്കിലും പല തരത്തിൽ പല കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ എടുത്തിട്ട് ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടല്ലേ. അങ്ങനെ ഫൈനലി കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബ്രസൽസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രസൽസിലെത്തി നമ്മുടെ കാര്യങ്ങൾ ഇനി നേരെ നമുക്ക് എക്സിറ്റ് അടിക്കണം. അതിന് കുറച്ച് നടക്കാനും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും വേണ്ടിയില്ല, നമ്മൾ ചെറിയ വീഡിയോസും നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് കറൻസി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ബ്രസൽസിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ടു ബ്രസൽസ് എന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ എക്സിറ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രസൽസ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ബ്രസൽ സെൻട്രലാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ റൂം ബ്രസൽ സെൻട്രലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ബസ്സിന് ബ്രസൽ സെൻട്രലിലോട്ട് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റോപ്പിൽ നിന്നും അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നമ്മുടെ റൂമിലോട്ട് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ കയറിയ സമയത്ത് തന്നെ ഒത്തിരി സീറ്റും കാര്യങ്ങളും ഒഴിവുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കറക്റ്റ് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് കുറച്ച് വീഡിയോയും പുറത്തുള്ള കാഴ്ചകളും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരപ്പോഴേക്കും ഓരോരോ സംസാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ബ്രസൽസിലെ കാഴ്ചകളാണ്, ബസ്സിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രസൽ സെൻറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ട്രോളിയും കാര്യങ്ങളുമായിട്ട് നമ്മൾ നേരെ നടന്നു റൂമിലോട്ട്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജസ്റ്റ് സംസാരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ റൂം എത്തിയിട്ടുണ്ടായിരുന്നു ബ്രസൽ സെൻറ്ററിൽ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ റൂം. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ 3 ടീമും ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു റൂമാണ്. പക്ഷേ അതിൽ 2 റൂം ഉള്ളതുകൊണ്ട് ഞാനും ഹസ്ബൻഡും വേറൊരു റൂം എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ട്രോളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ക്രൗഡുള്ളൊരു സ്ഥലം കണ്ടു. നല്ലൊരു ഫുഡും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര മസാലയും ഫ്രൈസും ചിക്കനും എല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചു. ഇനി ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു ബ്രസൽ സെൻറ്ററിൽ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ റൂമിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലെ ഡേ 1 സക്സസ്ഫുള്ളി തീർന്നിരിക്കുകയാണ്. നമ്മൾ സൂറിക് എയർപോർട്ടിൽ നിന്നും ബ്രസൽസിലെത്തി നമ്മളെ ഹോട്ടൽ റൂമും കാര്യങ്ങളും കണ്ടെത്തി നല്ല ഫുഡും കഴിച്ചു. ഇനി ഞാനും ഹസ്ബൻഡും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലോട്ട് പോവുകയാണ്. ഫ്രണ്ട്സിനോടൊക്കെ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത്തരത്തിലുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.